നിങ്ങൾ അറിഞ്ഞായിരുന്നോ നമ്മുടെ പുതിയ ചേസിന്റെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് 10 മണിക്ക് എന്റെ അടുത്ത് എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൃത്യനിഷ്ഠ എന്ന് പറഞ്ഞ സാധനം എന്റെ അടുത്തൂടെ പോലും പോയിട്ടില്ലാത്തതുകൊണ്ട് 11 മണിക്കാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഡെലിവറി എല്ലാം കഴിഞ്ഞ് കാണുമെന്ന് വിചാരിച്ച് ലൈലൻഡിന്റെ ഷോറൂമിൽ എത്തിയപ്പോൾ ഇവിടെ പരിപാടി തുടങ്ങുന്നതേ ഉണ്ടായിരുന്നു. വെപ്രാളപ്പെട്ട് ഓടിച്ചാടി അവിടെ എത്തിയപ്പോഴേക്കും നമ്മുടെ വീഡിയോ കാണുന്ന പയ്യന്മാരെല്ലാം വന്നിട്ട് കൃത്യനിഷ്ഠതയെ പറ്റി എന്റെ അടുത്ത് സംസാരിച്ചു. എന്റെ കൃത്യനിഷ്ഠതയെ പറ്റി എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് 1 മണിക്കൂർ നേരത്തെ എന്റെ അടുത്ത് പറഞ്ഞതാണെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. ഇങ്ങനെ വിചരമിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്ന ചുട്ടുമണിയാണ് റോക്ക് സ്റ്റാർ ഹോളിഡേസിന്റെ എല്ലാമായി രൂപേഷ് ബ്രോ. അങ്ങനെ ചേസിന്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നിങ്ങൾ അറിഞ്ഞായിരുന്നു ഇവിടെ എന്ന് പറഞ്ഞ് കുറെ പേര് എന്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്നതിന് ഇടയ്ക്ക് തന്നെ ചേസിന്റെ ഡെലിവറിയുടെ ചടങ്ങുകളെല്ലാം ആരംഭിച്ചു. ചേസിന്റെ താക്കോല് വാങ്ങിക്കുന്ന ചടങ്ങായിരുന്നു. രംഗം ഒന്ന് കളറാക്കാൻ വേണ്ടി പാർട്ടി പേപ്പർ ഉപയോഗിച്ച് പേപ്പറുകൾ തറയിൽ വാരിയിട്ടതായിരുന്നു രണ്ടാമത്തെ ചടങ്ങ്. റോക്ക് സ്റ്റാർ ഹോളിഡേസിന്റെ വിജൃംഭിച്ച സാരഥിയായ അഭിജിത് ബ്രോയ്ക്ക് താക്കോല് കൊടുക്കുന്നതായിരുന്നു അവസാനത്തെ ചടങ്ങ്. അങ്ങനെ ചേസ് ഡെലിവറിയുടെ ഭാഗമാകാൻ കഴിഞ്ഞുള്ള സന്തോഷത്തിൽ ലഡുവും കഴിച്ച് ഞാൻ വീട്ടിൽ പോയി കിടന്നൊരു ഉറങ്ങി കഴിച്ചപ്പോഴാണ് നമ്മുടെ വണ്ടിയും കൊണ്ട് ട്രിപ്പ് പോയിരുന്ന അപ്പു സാറിന്റെ വക കോൾ വന്നു. എന്നാൽ വേറെ രീതിയിലൊന്നും പേടിക്കേണ്ട, ഒരു ടയർ പൊട്ടിയെന്നായിരുന്നു അവൻ വിളിച്ചു പറഞ്ഞു. അത് കേട്ട മാത്രമേ തന്നെ ഒന്ന് വിജൃംഭിച്ചു പോയെങ്കിലും ഒട്ടും താമസിക്കാതെ കൊറ്റാമത്തുള്ള ടയറുടെ പോയി 2 ബ്രിസ്റ്റോന്റെ പുതിയ ടയറിങ് എടുത്തു. പിന്നെ നേരെ ഷെഡിന്റെ അടുത്തുള്ള ടയറുടെ പോയി നമ്മുടെ വണ്ടി ഓട്ടം കഴിഞ്ഞ് വരുന്നതും കാത്തുള്ള നിൽപ്പാണ്. ഒറ്റ ദിവസത്തെ പൊന്മുഴി ട്രിപ്പിന് പോയിട്ടുള്ള നമ്മുടെ ചെറുക്കന്റെ വരവാണ്. ലൈറ്റും ഓക്കലൊക്കെ ഇട്ട് വരുന്ന വരവ് വേണ്ട ഏത് കോളേജ് എൻട്രിക്ക് പോകുമ്പോൾ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്ത് ഉടനെ പൊട്ടിയ ടയറിന് നമ്മളിങ്ങനെ അഴിച്ചെടുത്തു. മിനിമം ഒരു 20,000 കിലോമീറ്ററെങ്കിലും ഇനി ഓടാനുണ്ടായിരുന്ന ടയറാണ് ഇങ്ങനെ പൊട്ടിപ്പോയത്. ഈ ഒരൊറ്റ ടയർ പൊട്ടിയതുകൊണ്ട് ജോഡിക്കിടാൻ വേണ്ടിയിട്ട് 2 പുത്തൻ ടയറാണ് നമുക്ക് എടുക്കേണ്ടി വന്നത്. കണ്ണാണന്റെ ശുപാർശയോടെ ഞാനും ചേട്ടനും അപ്പും കൂടെയാണ് ഇന്ന് ടയറെല്ലാം അഴിച്ചെടുത്തത്. ഈ പണി അത്ര എളുപ്പമല്ലെന്ന് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും അത് അനുഭവിച്ചറിഞ്ഞത് ഇന്നായി. പാവ റിജോ സാറിനെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് അത് കണ്ട്രാക്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അപ്പു സാറിന്റെ കണ്ട്രാക്ട് വിടലുകൾ അങ്ങ് ഏക്കാത്തതുകൊണ്ട് ഞാൻ പതുക്കെ അപ്പു സാറിനെ റിജോ സാറിനെ വണ്ടിയുടെ അടിയിലേക്ക് കയറ്റി. ടയർ പോക്കാൻ വേണ്ടിയിട്ട് ജാക്കി വെക്കാനാണ് രണ്ടിനെയാണ് വണ്ടിയുടെ അടിയിൽ കയറ്റിയത്. അപ്പു സാർ ജാക്കി വെച്ചുകൊണ്ട സമയത്ത് ഞാൻ പതുക്കെ അപ്പുറത്ത് പോയപ്പോഴും ഞെട്ടിപ്പോയി. ഏകദേശം ഒരു 5 മിനിറ്റ് മുമ്പ് നമ്മൾ അഴിച്ചു കൊടുത്ത ഹബിൽ പുത്തൻ ടയർ കയറ്റി അടുത്ത് വന്നൊരു ബൈക്കിൽ പഞ്ചർ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജോസൺ. സമയം പാതിരാത്രി ആയെങ്കിലും ടയർ അഴിക്കുന്നതും ടയർ നിറയ്ക്കുന്നതും എല്ലാം ജോസൺ ഒറ്റയ്ക്ക് തന്നെ. പുള്ളിക്കാരി ഇതൊക്കെ നിമിഷ നേരങ്ങൾ കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യുവത്വം തുളുമ്പി നിൽക്കുന്ന എനിക്കിതൊക്കെ വാ തുറന്ന് കണ്ടുകൊണ്ടിരിക്കാനേ പറ്റുന്നുള്ളൂ.